നമസ്കാരം. വെറും 10 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങാം എന്ന തരത്തിലുള്ള ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. അതെ, ഡിജിറ്റൽ ഗോൾഡിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന തരത്തിൽ, അതായത് ഡിജിറ്റൽ ഗോൾഡിലേക്ക് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ധാരാളം ഇത്തരത്തിലുള്ള ക്യാച്ചി ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ പലയിടത്തായിട്ടും പല പ്ലാറ്റ്ഫോമുകളിലും ധാരാളം കണ്ടിട്ടുണ്ടാവും. പക്ഷെ പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ കേൾക്കുന്നത് പോലെ, അതായത് ഡിജിറ്റൽ സ്വർണം, ഡിജിറ്റൽ രൂപത്തിലുള്ള സ്വർണം നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നത് പോലെ അത്ര തിളക്കമുള്ള ഒന്നാണോ? അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുതിയ ഒരു വാർണിംഗുമായിട്ട്, ഒരു മുന്നറിയിപ്പുമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഡിജിറ്റൽ ഗോൾഡ് ഈസ് നോട്ട് അണ്ടർ അവർ റെഗുലേഷൻ. അതായത് സെബിയുടെ നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയല്ല, അല്ലെങ്കിൽ സെബി നിയന്ത്രിക്കുന്നതല്ല ഡിജിറ്റൽ ഗോൾഡ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് സെബി പറഞ്ഞിരിക്കുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്, എന്താണ് ഡിജിറ്റൽ ഗോൾഡ്? എന്തുകൊണ്ടായിരിക്കാം സെബി ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായിട്ട് അല്ലെങ്കിൽ ഒരു വാർണിംഗുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടാവുക? ഇതിൽ അടങ്ങിയിരിക്കുന്ന ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ്? അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൾറെഡി ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഞാൻ അവിനാൻ. നമുക്കറിയാം, സ്വർണം എന്ന് പറയുന്നത് പല രൂപത്തിൽ നമ്മൾ കാണാറുണ്ട്. അത് ആഭരണങ്ങളുടെ രൂപത്തിലാവാം, ഗോൾഡ് കോയിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റ് അത്തരത്തിലുള്ള രൂപത്തിലുമാകാം. അതെല്ലാം ഫിസിക്കൽ ആയിട്ടുള്ള സ്വർണത്തിന്റെ ഖരരൂപത്തിലുള്ള പല വകഭേദങ്ങളാണ്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു പേര് കേട്ടാൽ നമുക്കറിയാം, ഫിസിക്കൽ രൂപത്തിലുള്ള സ്വർണം അല്ലാതെ ഡിജിറ്റലി, അതായത് സ്വർണം നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ല, ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡിജിറ്റലി ഒരു ആപ്പ് മുഖേന നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്വർണത്തിനെയാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന ആപ്പ് ഏതായാലും അതിനകത്ത് പറയുകയാണ്, 1 ഗ്രാം സ്വർണം നിങ്ങളുടെ പേരിൽ ആഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ആ 1 ഗ്രാം സ്വർണം നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. അത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ വാൾട്ടിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇത് പിന്നീട് നിങ്ങൾക്ക് ആപ്പ് വഴി വിൽക്കാനോ അതല്ല ഫിസിക്കൽ ഗോൾഡൻ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഡിജിറ്റൽ ഗോൾഡ് ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ യാതൊരു തരത്തിലും സ്വർണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷൻ നമുക്ക് ആവശ്യമില്ല. അതായത് ഒരു ലോക്കറിന്റെ സഹായം അല്ലെങ്കിൽ ലോക്കറിന് മാസാമാസം പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. അതുപോലെ തന്നെ കള്ളന്മാരെ പേടിക്കേണ്ട കാര്യമില്ല. തഫ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. കാരണം സ്വർണം ഫിസിക്കൽ രൂപത്തിലല്ല, പകരം ഡിജിറ്റൽ രൂപത്തിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ സൗകര്യപ്രദമായ ഒന്നായി തോന്നുന്നു, അല്ലേ? വളരെ മോഡേൺ ആണ്, ഈസിയാണ്, മാത്രമല്ല അത് ഡിജിറ്റലുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതൊരു കാര്യമാണെങ്കിലും വളരെ ഈസിയാണ് എന്ന് അത് നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ കാര്യം നമ്മൾ അത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡും. എന്തുകൊണ്ടായിരിക്കാം സെബി ഇത്തരത്തിലുള്ള ഒരു വാർണിംഗുമായിട്ട് ഡിജിറ്റൽ ഗോൾഡുമായി ബന്ധപ്പെട്ട, ഡിജിറ്റൽ ഗോൾഡ് നമ്മുടെ അണ്ടറിൽ വരുന്നതല്ല, നമ്മുടെ റെഗുലേഷനിൽ വരുന്നതല്ല എന്ന തരത്തിൽ ഒരു വാർണിംഗുമായിട്ട് എന്തുകൊണ്ടായിരിക്കാം സെബി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവുക? അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്, അതായത് സെബിയാണ് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. ഏത് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ഏത് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആണെങ്കിലും സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ഇവരുടെ എല്ലാ ട്രാൻസാക്ഷനും, ഇവരുടെ എല്ലാ ഇടപാടുകളും നടത്തപ്പെടുന്നത്. ഇവരുടെ റൂളിന്, സെബിയുടെ റൂളിന് അതീതമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു റൈറ്റ് ഇവർക്കാർക്കുമില്ല. ഇപ്പോൾ ഏറ്റവും അടുത്തായി സെബി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഡിജിറ്റൽ ഗോൾഡ് ഡസ് നോട്ട് ഫോൾ അണ്ടർ അവർ റെഗുലേഷൻ. അതായത് സെബിയുടെ റെഗുലേഷനിൽ വരുന്നതല്ല ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഡിജിറ്റൽ ഗോൾഡിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ആപ്പ് നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ആപ്പിന്റെ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് അവർ മതിയാക്കുകയാണെങ്കിൽ, സെബിയുടെ അണ്ടറിൽ യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും നിങ്ങളുടെ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിന് ലഭിക്കുകയില്ല എന്നാണ് ഇതിന്റെ ഒരു സാരാംശം. സെബിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ബാങ്കുകൾക്കും യാതൊരു തരത്തിലുള്ള ഇന്റർവെൻഷൻ നടത്താൻ പറ്റില്ല. കാരണം ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റായി, ഒരു സാമ്പത്തിക ഉൽപ്പന്നമായി ഡിജിറ്റൽ ഗോൾഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെയാണ്. സോ ഒരു കമ്പനി നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ സ്വർണം ഒരു വാൾട്ടിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ വാൾട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യമാണോ? ആർക്കെങ്കിലും അത് ഇൻഡിപെൻഡന്റ്ലി വെരിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്ന് തന്നെയാണ് ആദ്യത്തെ ഉത്തരം. കാരണം ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്നാണ്. നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൽ കാണുന്ന ഗോൾഡിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒന്നിൻ്റെയും ബേസിലല്ല, അത് വിശ്വാസത്തിന്റെ ബേസിൽ മാത്രമാണ്. കാരണം ആ ആപ്പിൽ നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമാണോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെലുത്തുന്ന വിശ്വാസത്തിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് നിസ്സംശയം പറയാം. ഈ വീഡിയോ പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസപരവും അവബോധപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സാമ്പത്തികമോ നിക്ഷേപപരമോ ആയ ഉപദേശം നൽകുന്നില്ല. നിക്ഷേപിക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും സെബിയുടെയോ RBIയുടെയോ ഔദ്യോഗികമായ സോഴ്സിൽ നിന്നുള്ള വിശദാംശങ്ങൾ പരിശോധിച്ച് ഉറപ്പിക്കുകയും
രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ഉപദേഷ്ടാവിനെ സമീപിക്കുകയും ചെയ്യുക. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്, ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു കമ്പാരിസൺ ആണ്. അതായത് ഡിജിറ്റൽ ഗോൾഡും ഫിസിക്കൽ ഗോൾഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നടത്തി നോക്കാം. നമുക്കറിയാം, സ്വർണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഏതൊരു ഫംഗ്ഷൻ ആയാലും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അവരുടെ സ്റ്റാറ്റസിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സ്വർണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മെറ്റൽ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എന്താണ് ഫിസിക്കൽ ഗോൾഡും ഡിജിറ്റൽ ഗോൾഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓണർഷിപ്പ് വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിന്റെ ഓണർഷിപ്പ് നിങ്ങൾ ഫിസിക്കലി അത് ഓൺ ചെയ്യുന്നു. സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾ സ്വർണമായിട്ട് തന്നെ അത് ഖരരൂപത്തിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് ആവുന്ന സമയത്ത് അത് ഒരു കമ്പനി ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഫിസിക്കൽ ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ റിസ്ക് അതിനകത്ത് പോസിബിൾ ആണ്. കാരണം കളവ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഫിസിക്കൽ ഗോൾഡിനകത്ത് ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡിനകത്ത് അത് മിനിമലാണ്. റെഗുലേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു ഫിസിക്കൽ ഗോൾഡ്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡിൽ അത് റെഗുലേറ്റ് ചെയ്തിട്ടില്ല. ഫിസിക്കൽ ഗോൾഡിൽ വിശ്വാസ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡിലേക്ക് വരുന്ന സമയത്ത് അത് കമ്പനിയുടെ കയ്യിലാണ് ഉള്ളത്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷനബിൾ ആണ്. ഫിസിക്കൽ ഗോൾഡ് നമുക്ക് ഒരുപക്ഷെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തഫ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കളവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ട്. തഫ്റ്റില്ലാതെ നമ്മൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നനുസരിച്ചിരിക്കും അത്. ഡിജിറ്റൽ ഗോൾഡ് പോലെ യാതൊരു തരത്തിൽ നമ്മൾ കാണാതെയുള്ള ഒന്നല്ല ഫിസിക്കൽ ഗോൾഡ്. നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണമാണ്. ആ സ്വർണം നമ്മുടെ കയ്യിലുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ തഫ്റ്റ് എന്ന് പറയുന്ന റിസ്ക് ഡിജിറ്റൽ ഗോൾഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നു. പക്ഷെ മറ്റൊരു റിസ്ക് അതുപോലെ തന്നെ അവിടെ കൊണ്ടുതരുന്നു. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്ന കാര്യം അവിടെ വെച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് നമ്മുടെ സ്വർണം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വേറെ ഒരു തെളിവ് നമുക്കില്ല. പൂർണ്ണമായിട്ടും നമ്മുടെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സെല്ലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ നമ്മുടെ സ്വർണത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കമ്പനി വിശ്വാസപൂർണ്ണമുള്ള ഒരു കമ്പനി ആണെങ്കിൽ അത് ഓക്കെ. നിങ്ങൾ ഏത് കമ്പനിയിലാണോ നിങ്ങളുടെ ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡിജിറ്റൽ ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ കമ്പനി എത്തിക്കലാണെങ്കിൽ ഫൈൻ. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണം ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ആപ്പിന്റെ സ്ക്രീനിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, റിയൽ ലൈഫിൽ അത് നിങ്ങളുടെ സ്വർണ്ണമായിരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വർണ്ണമേ ഉണ്ടാവില്ല. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയും. പക്ഷെ തീർച്ചയായും ഗോൾഡ് ഈസ് ഗോൾഡ്. സ്വർണം തന്നെയാണ്. പക്ഷേ ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനകത്ത് വളരെ പ്രോപ്പർ ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള റെഗുലേഷൻ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ്ലി സേഫ് ആണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധ്യമാവുകയുള്ളൂ. ഇനി നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഓൾറെഡി ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താണ് ചെയ്യുക? എന്റെ സ്വർണം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്റെ പണം നഷ്ടപ്പെടുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും. ആ സംശയത്തിലുള്ള ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് പൂർണ്ണമായിട്ടും അവയർനെസ്സിനും ലേണിംഗിനും വേണ്ടി മാത്രമുള്ളതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് കമ്പനിയിലാണോ നിങ്ങളുടെ ഡിജിറ്റൽ സ്വർണം നിക്ഷേപിച്ചത് അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ നിങ്ങൾ സ്വർണം നിക്ഷേപിച്ചത്, ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ആരാണ് ഈ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അവരുടെ സ്റ്റോറേജ് വാൾട്ട് പാർട്ട്ണറുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ഷെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡർമാരുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് വ്യാകുലതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വറി ഉണ്ടെങ്കിൽ, ഗോൾഡ് ETF അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലെയുള്ള സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് സെബിയും RBIയും എല്ലാം അപ്രൂവ് ചെയ്തതാണ്, അവരുടെ റെഗുലേഷനിൽ വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്, ഒരു അഡ്വൈസ് അല്ല. നിങ്ങൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് റിസർച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് കോഷ്യസ് ആയിക്കൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള റിസർച്ച് നടത്തി വേണം അത് ചെയ്യാൻ. അതുപോലെ തന്നെ അംഗീകൃതമായിട്ടുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ ഇമോഷണൽ അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള വാങ്ങൽ നിങ്ങൾ ഒഴിവാക്കുക. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങാം എന്ന് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി കാണും, അല്ലെങ്കിൽ എങ്കിൽ പിന്നെ വാങ്ങിയേക്കാം, ഒരു 10 രൂപയല്ലേ, അത്തരത്തിലുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും അതിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ ആവശ്യമുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം അതുമായി മുന്നോട്ട് പോവുക. ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം ഒരു ടേം ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചാണ്. പ്രതിമാസം 400-500 രൂപ മുതൽ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്ന ടേം ഇൻഷുറൻസുകൾ ഇപ്പോൾ പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. കൂടാതെ 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സും ഇവിടെ ഉണ്ട്. മാത്രമല്ല 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു, കോടികളുടെ കവറേജും ലഭ്യമാണ്. ടേം ഇൻഷുറൻസ് മാത്രമല്ല ഹെൽത്ത് ഇൻഷുറൻസും പോളിസി ബസാറിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വെറും 400 മുതൽ 500 രൂപ വരെ പ്രീമിയം ആരംഭിക്കുന്നു. മാത്രമല്ല കോടികളുടെ കവറേജും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ 25% ഡിസ്കൗണ്ടും ഹെൽത്ത് ഇൻഷുറൻസിന് നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മിനിറ്റിനുള്ള ക്ലെയിം സപ്പോർട്ടോട് കൂടി. അതുകൂടാതെ 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഇവിടെയുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നിങ്ങൾക്ക്
പോളിസി ബസാറിൽ നിന്നും ലഭ്യമാണ്. നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ വാങ്ങണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ ഒരു സാമ്പത്തിക ഉപദേശമല്ല. ഡിജിറ്റൽ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സെബി RBI വെബ്സൈറ്റുകൾ പോലെയുള്ള ഔദ്യോഗിക സോഴ്സ് ഉപയോഗിച്ച് വസ്തുതകൾ പരിശോധിക്കാനോ യോഗ്യതയുള്ള സാമ്പത്തിക പ്രൊഫഷണലുകളിൽ നിന്നും മാർഗനിർദ്ദേശം തേടാനോ പ്രേക്ഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തിയറിറ്റിക്കലി നോക്കുന്ന സമയത്ത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലെ. സ്വർണ്ണം ഡിജിറ്റൽ ആയിട്ട് നമുക്ക് വാങ്ങാം, അത് സേവ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ആധുനികമായിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഏക ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ദിസ് ഷുഡ് നോട്ട് ബി യുവർ വൺ ആൻഡ് ഓൺലി ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വെച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് ഫൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ വലിയ എമൗണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ മേജർ ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് ആക്കി മാറ്റുന്നത് റിസ്ക് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 30കളിലും 40കളിലുമൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടത് പ്രധാനമായിട്ടും റെഗുലേഷൻസും സെക്യൂരിറ്റിയുമാണ്, അല്ലാതെ ഡിജിറ്റൽ അനിശ്ചിതാവസ്ഥ അല്ല. കാരണം സെബി പോലും ഇപ്പോൾ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപം എന്ന് പറയുന്നത് സെബിയുടെ റെഗുലേഷനിലോ അവരുടെ ഗൈഡ് ലൈനിലോ വരുന്നതല്ല എന്ന്. സോ സേഫ് ആയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളായ ഗോൾഡ് ETF, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, ഇനി അതുമല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ്, ജ്വല്ലറിയുടെയോ ഗോൾഡ് കോയിന്റെയോ ഒക്കെ രൂപത്തിലുള്ള ഫിസിക്കൽ ഗോൾഡ്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാം. സോ ഈ വീഡിയോ ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് കമന്റ് ആയിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മറക്കരുത്. ബോസ്വാല മലയാളത്തിന്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ. ബോസ്വാല, ബി ദ ബോസ്.